തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരെ സൈനിക സേവനങ്ങളിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യണമെന്നും അവർക്ക് ഇളവുകൾ നൽകാൻ ആവില്ലെന്നും ഇസ്രയേലിന്റെ സുപ്രീം കോടതി വിധിച്ചു. പല അൾട്രാ ഓർത്തഡോക്സ് ജൂതന്മാരും രാജ്യത്തിന്റെ നിർബന്ധിത സൈനിക സേവനത്തെ എതിർക്കുന്നതിനാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിന്റെ ഭാഗമായ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികൾ നിർബന്ധിത സൈനിക സേവനത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നു. ഇതിനെ എതിർക്കുന്നതിനാൽ പ്രശ്നം ഇസ്രയേലിൽ തർക്ക വിഷയമാണ്. ഇസ്രയേൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഏകകണ്ഠമായി വിധിച്ചത് തീവ്ര ഓർത്തഡോക്സിനെ സൈന്യത്തിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഇസ്രയേലിലെ ഒരു നിയമവും അനുവദിക്കുന്നില്ല എന്നും കരട് തയ്യാറാക്കരുതെന്നും സൈന്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിനും നിർദ്ദേശം നൽകുന്നത് ഇസ്രയേൽ സർക്കാർ അവസാനിപ്പിക്കണം എന്നുമായിരുന്നു. ഇസ്രയേലിലെ ഹരേതി ജൂതന്മാർ എന്ന് വിളിക്കപ്പെടുന്ന തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരെയും മറ്റ് ഇസ്രയേലി പൗരന്മാരെയും വേർതിരിക്കുന്ന ഒരു നിയമത്തിന്റെ അഭാവത്തിൽ രാജ്യത്തിന്റെ നിർബന്ധിത സൈനിക സേവനം മറ്റേതൊരു പൗരനും ബാധകമായതുപോലെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർക്കും ബാധകമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഏകദേശം 67,000 ഹരേതി ജൂത പുരുഷന്മാർ സൈനിക സേവനത്തിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടാൻ യോഗ്യരാണ്. നിലവിലെ സജ്ജീകരണത്തിന്റെ കീഴിൽ മറ്റ് ഇസ്രയേലികൾക്കിടയിൽ വളരെ കാലമായി രോഷത്തിന് വിഷയമായ ഡ്രാഫ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരിക്കുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷവും അത്തരമൊരു ദേഷ്യം വർദ്ധിച്ചിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നിരവധി ഇസ്രയേലികൾ മരിച്ച ഒരു സമയത്ത് മറ്റ് ഏതൊരു പൗരനെയും പോലെയും നിർബന്ധമായും സേവിക്കാൻ ഹരേതി ജൂതന്മാരോട് ആവശ്യപ്പെടുന്നത് സമൂഹത്തിന്റെ അടിച്ചമർത്തലായി വിശേഷിക്കപ്പെടുന്നു എന്ന ആശയം വാദത്തിനിടെ ജഡ്ജിമാർ വൈകാരികമായി അസ്വസ്ഥരാക്കി. ജെറുസലേം പോസ്റ്റ് പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഹരേതി ജൂതന്മാർക്ക് ഇളവുകൾ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു നിയമം പാസ്സാക്കണമെന്ന് അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രയേലിന് വീണ്ടും തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഔദ്യോഗിക സൈന്യത്തോടൊപ്പം യുദ്ധം ചെയ്യാൻ തയ്യാറല്ലെന്ന് റിസർവ് സൈനികർ പറഞ്ഞിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച് ഡസൻ കണക്കിന് സൈനികർ സംയുക്ത കത്തിൽ ഒപ്പുവെച്ചിരുന്നു. ഇസ്രയേലിന്റെ രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ 16 അംഗങ്ങളും ഹോം ഫ്രണ്ട് കമാൻഡിൽ നിന്നുള്ള 7 പേരും ഒപ്പിട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കാലാൾപ്പട, കോംബാറ്റ് എഞ്ചിനീയറിംഗ്, കവച യൂണിറ്റുകൾ, എലൈറ്റ് യൂണിറ്റുകൾ എന്നിവയിലെ മറ്റുള്ള കമാൻഡർമാരും യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ ലെബനനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധഭീതി ഉയർത്തി ഇസ്രയേലിലെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ പങ്കുവച്ച് ഹിസ്ബുള്ള രംഗത്തെത്തിയിരുന്നു. ഭീഷണികളും വെല്ലുവിളികളും തുടരുന്നതിനിടെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസ്രല്ലയുടെ വീഡിയോയാണ് പുറത്തുവന്നത്. ഇസ്രയേലിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള ഉദ്ദേശിക്കുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് എണ്ണി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയാണ് പങ്കുവച്ചത്. ലെബനനിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിനുള്ള മിലിറ്ററി മീഡിയയാണ് വീഡിയോ പങ്കുവച്ചത്. യുദ്ധത്തിലേക്ക് നീങ്ങാനാണ് ഇസ്രയേലിന്റെ ഉദ്ദേശമെങ്കിൽ എല്ലാ നിയമ നിയന്ത്രണങ്ങളും മറികടന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞിരിക്കുന്നത്. ലെബനെതിരെ യുദ്ധം ചെയ്താൽ ഇസ്രയേൽ അതിന് ഖേദിക്കേണ്ടി വരുമെന്നും ഹസൻ നസ്രല്ല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.